കേന്ദ്ര ഗവൺമെന്റ് പോലീസ് സേനകളിലേക്കുള്ള ഇൻസ്പെക്ടർ പോസ്റ്റുമായിട്ട് SSC CPO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഡൽഹി പോലീസിലേക്കും സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കും ഇൻസ്പെക്ടറായിട്ടാണ് നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് നോക്കി 2024 മാർച്ച് 4 സ്റ്റാർട്ട് ചെയ്ത ആപ്ലിക്കേഷൻ ഡേറ്റ് 2024 മാർച്ച് 28 അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഫീസ് പേ ചെയ്യേണ്ട അവസാന തീയതി 2024 മാർച്ച് 29. ഇനി പരീക്ഷ ഏതൊക്കെ ഡേറ്റിലാണെന്ന് നോക്കി 2024 മെയ് മാസം 9, 10, 13 എന്നിങ്ങനെ 3 തീയതികളിലായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട എത്ര വേക്കൻസി ഉണ്ടെന്ന്. ഡൽഹി പോലീസിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ഇതുവരെ 125 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി 61 വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലെ BSF, CASF, CRPF, ITBP, SSB എന്നിങ്ങനെ 5 കാറ്റഗറിയിലായിട്ട് ടോട്ടൽ 3693 വേക്കൻസീസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ഉള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി 308 വേക്കൻസി. ടോട്ടൽ 4001 വേക്കൻസിയാണ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലെ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏജ് ലിമിറ്റ് ആണ്. എത്ര വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം? 20 മുതൽ 25 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും എക്സ്-സർവീസ്മാൻമാർക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഗ്രി പാസ് ആയിരിക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ. നമ്മൾ കേരള കർണാടക റീജിയനിലാണ് വരുന്നത്, അല്ലെങ്കിൽ കർണാടക കേരള റീജിയനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഏതൊക്കെ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ എക്സാം സെൻ്റർ ആയിട്ട് വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പിന്നെ തൃശ്ശൂരുമാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട് ആൻഡ് തൃശ്ശൂരാണ് കേരളത്തിൽ വരുന്ന എക്സാം സെൻറ്റേഴ്സ്. പിന്നീട് ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. പക്ഷേ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്ന കാൻഡിഡേറ്റ്സ്, എക്സ്-സർവീസ്മെൻമാർ, പിന്നെ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് എന്താണ് ഫീസ് അടയ്ക്കേണ്ട. ബാക്കിയുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനറൽ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ OBCയിൽ വരുന്ന ബോയ്സിന് മാത്രം, ജെൻസിന് മാത്രം മതി എന്താണ് ഫീസ് 100 രൂപ. പിന്നീട് വരുന്നത് സ്കീം ഓഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ലെവൽസ് ഓഫ് എക്സാമിനേഷൻ. ഏതാണ്, ഏതൊക്കെ ലെവലിലാണ് നമുക്ക് ഈ എക്സാം അല്ലെങ്കിൽ ഈ എക്സാം എന്താണ് നടന്നു പോകുന്നത്? ആദ്യം വരുന്നത് ഒരു പേപ്പർ 1 റിട്ടൺ ടെസ്റ്റ് ആണ്. പിന്നെ വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ നീളം, നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ അതൊക്കെ നോക്കുന്നതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. പിന്നെ വരുന്നത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, നമ്മുടെ കായികക്ഷമതാ പരീക്ഷണം. അത് കഴിഞ്ഞ് വരുന്നത് പേപ്പർ 2 വീണ്ടും ഒരു റിട്ടൺ എക്സാം ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. ഇത്രയും ലെവൽസ് അല്ലെങ്കിൽ ഇതാണ് ഈ എക്സാമിൻ്റെ സ്കീം. നമുക്ക് നോക്കാം പേപ്പർ 1 വരുന്ന സബ്ജക്റ്റ് അതിന് എത്ര മാർക്ക് എന്നുള്ളത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്നുള്ള സബ്ജക്റ്റിന് നമുക്ക് ടോട്ടൽ 50 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ആണെങ്കിൽ 50 മാർക്ക്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 50 മാർക്ക്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 50 മാർക്ക്. ടോട്ടൽ 200 മാർക്കിൻ്റെ പരീക്ഷ 2 മണിക്കൂറായിട്ടാണ് പേപ്പർ 1 നടക്കുന്നത്. ഇനി പേപ്പർ 2 നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകത ഇംഗ്ലീഷ് മാത്രമാണ് സബ്ജക്റ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് പേപ്പർ 2 വരുന്നത്. അതും 200 മാർക്കാണ് ടോട്ടൽ പരീക്ഷ. പിന്നെ 2 മണിക്കൂറാണ് ആ പരീക്ഷയുടെയും ഡ്യൂറേഷൻ. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പരീക്ഷകൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, അല്ലാതെ റിട്ടൺ എക്സാം അല്ല. രണ്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഈ എക്സാംസ് എല്ലാം ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയാൻ മറന്ന ഒരു കാര്യം ഉണ്ടെന്നാണ് നെഗറ്റീവ് മാർക്കുണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 0.25 അല്ലെങ്കിൽ 1/4 മാർക്ക് വീതം നെഗറ്റീവ് മാർക്കായിട്ട് വരും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വെച്ചാൽ ഇതൊരു ഫോഴ്സിലേക്കുള്ള എക്സാം ആയതുകൊണ്ട് NCC കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ NCC കേഡറ്റ്സ് ആയിരുന്നവർക്ക് കിട്ടുന്നൊരു പ്രിവിലേജിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ NCCയുടെ C സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് എന്ന് വെച്ചാൽ ഗ്രാൻഡ് ടോട്ടൽ മാർക്കിൻ്റെ അല്ലെങ്കിൽ മാക്സിമം മാർക്കിൻ്റെ 5% 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. NCC B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. NCC A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇത് പേപ്പർ 1നും പേപ്പർ 2നും കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി റിക്വയർ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 170 സെൻറ്റിമീറ്റർ ആണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിനാണെങ്കിൽ 80 എക്സ്പാൻഡഡ് ആണെങ്കിൽ എക്സ്പാൻഡഡ് 85 ആണ്. ഇനി ഹില്ലി ഏരിയസ് ഉള്ള ആൾക്കാർക്ക് പൊതുവെ ഹൈറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഹില്ലി ഏരിയസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്.
പിന്നെ ചെസ്റ്റിൻ്റെ പാരാമീറ്റർ ഇത് തന്നെ 80ഉം 85ആണ്. ഇനിയും ഷെഡ്യൂൾഡ് ട്രൈബിൽ പട്ടികവർഗത്തിൽപ്പെട്ട മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് 162.5 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. അതുപോലെ തന്നെ അവരുടെ ചെസ്റ്റിൻ്റെ അളവെന്ന് വെച്ചാൽ 77ഉം 82ഉമാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് 157 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹില്ലി ഏരിയയിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 155 സെൻറ്റിമീറ്ററും ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 154 സെൻറ്റിമീറ്ററുമാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്താണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു യുവർ ഹൈറ്റ്, നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് വേണം. അതാണ് എൻ്റെ വെയിറ്റിൻ്റെ ഒരു പാരാമീറ്റർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കായികക്ഷമതാ പരീക്ഷ, അതിൽ വരുന്ന എന്തൊക്കെയാണ് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് എന്താണ് 16 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടണം. അതുപോലെ തന്നെ 6.5 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്റർ ഓടണം. പിന്നെ ലോങ് ജമ്പ് ആണെങ്കിൽ 3.65 മീറ്റർ ആണ്. ഹൈ ജമ്പ് ആണെങ്കിൽ 1.2 മീറ്റർ, ഷോർട്ട് പുട്ട് ആണെങ്കിൽ 4.5 മീറ്റർ എറിയണം. പിന്നെന്താണ് ഈ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോർട്ട് പുട്ട് ഈ മൂന്നിന് എന്താണ് 3 ചാൻസസ് ഉണ്ട്. 3 വട്ടം നമുക്കിത് ആവർത്തിക്കാം. പിന്നെ എന്താണ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 18 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടണം. 4 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ ഓടണം. ലോങ് ജമ്പ് ആണെങ്കിൽ 2.7 മീറ്റേഴ്സ്, ഹൈ ജമ്പ് ആണെങ്കിൽ 0.9 മീറ്റേഴ്സ്. ഇത് രണ്ടിനും എന്താണ് 3 ചാൻസസ് ഉണ്ട്. അപ്പം ഇതാണ് എന്താണ് SSC CP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. 2024 മാർച്ച് 28 ലാസ്റ്റ് ഡേറ്റ്. ഇതിനുവേണ്ടി പരിശീലിക്കുക. മാത്രമല്ല എന്താണ് നിങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലീസ് സേനകളിലേക്ക് നിയമിതരാവുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ വീഡിയോസിനും ക്ലാസ്സിനും വേണ്ടി SSC IBS ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.